ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തിരിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ്. പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ എണീച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ റൂം ഫുള്ള് പാക്കിങ്ങിൻ്റെ തിരക്കിലായിരുന്നു. പിന്നെ ഞാനും അതിനെ ഹെൽപ്പ് ചെയ്യാൻ നിന്നു. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം അടുക്കി പറക്കി വെക്കുക. ഏകദേശം ഒരു 2-3 മണിക്കൂർ അവിടെ പോയി. ഒരു പെട്ടി വെക്കും, പിന്നെയും മാറ്റി വെക്കും, പിന്നെയും വെക്കും, പിന്നെയും വെക്കും. അങ്ങനെ കുറേ സമയം പോയി. അവസാനം എല്ലാം കൂടെ ഒതുക്കി പറക്കി വെച്ചു. 3 മണിക്കൂറത്തെ കഷ്ടപ്പാടായിരുന്നു പെട്ടി പാക്കിങ്. അങ്ങനെ പെട്ടിയൊക്കെ റെഡിയായി. നമ്മൾ പിറ്റേ ദിവസത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇന്ത്യയിലോട്ട് പോവുകയാണ്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പൊ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അങ്ങനെ ഇന്ന് നമ്മൾ ഏകദേശം 25 ദിവസത്തെ വെക്കേഷന് ശേഷം തിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ്. ഈ 25 ദിവസം പോയ പോക്കേ അറിഞ്ഞിട്ടില്ല. ആദ്യമൊക്കെ വന്നപ്പോൾ ഇവിടെ ആയിട്ട് അഡ്ജസ്റ്റ് ആവാൻ ഒരുപാട് പാടുപെട്ടു. പിന്നെ പെട്ടെന്നാണ് എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആവുന്നതും ദിവസങ്ങൾ പോകുന്നത് പോലും അറിഞ്ഞില്ല. ഇപ്പം ടൈം ഒരു 5 മണിയായി. അങ്ങനെ നമ്മൾ പോവാനായിട്ട് ഇറങ്ങി. ഏകദേശം 2.5 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ നിന്ന് മസ്കറ്റ് എയർപോർട്ടിലോട്ട്. ഞാൻ കരഞ്ഞിൻ്റെ ഊപ്പാട് വന്നിരിക്കുകയാണ്. പപ്പേനെ വിട്ടു പോണ വിഷമോ എല്ലാം കൂടെ മിക്സായിട്ട്. പിന്നെ നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി ഇവിടെ പാർട്ടിയായിരുന്നു, നമ്മൾ പോകുന്നതിൻ്റെ പാർട്ടി. അതുകൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങിയേയില്ല. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് എണീച്ചപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ഒന്ന് എണീച്ചപ്പം ലുലുവിൻ്റെ ഫ്രണ്ടിലാണ്. നമുക്ക് ഫുഡ് മേടിക്കണം. മെയിനായിട്ട് വന്നത് ഫുഡ് മേടിക്കാനാണ്. കാര്യം എയർപോർട്ടിൽ കയറുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇപ്പം ടൈം 7 മണിയായിട്ടുണ്ട്. സോ ഫുഡ് കഴിച്ചിട്ട് കയറുക. പിന്നെ എയർപോർട്ടിലെ ഫുഡിന് ഭയങ്കര റേറ്റാണ്. സോ ഫുഡ് വാങ്ങിക്കുകയാണ്. അങ്ങനെ കയറി ഉടനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കാര്യം എയർപോർട്ടിൽ കയറണം, നമ്മൾ കുറച്ച് ലേറ്റാണ്. സോ പെട്ടെന്ന് കയറണം. അങ്ങനെ എയർപോർട്ടൊക്കെ എത്തി. അങ്ങനെ എയർപോർട്ടെത്തി. നമ്മൾ ലഗേജൊക്കെ എടുത്ത് ട്രോളിക്കകത്തെടുത്ത് വെച്ചു. ഇനി നമ്മൾ നേരെ അകത്ത് കയറണം. എല്ലാവരും പോകാനായിട്ട് നിൽക്കുവാണ്. അങ്ങനെ എല്ലായിടത്തും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിനകത്തോട്ട് കയറി. ഇനി നേരെ പോകാൻ പോകണം ലഗേജ് കൊടുക്കാനാണ്. അവിടെ നിൽക്കുന്നത് ആ സ്റ്റാഫ് കണ്ടിട്ട് നിന്നെ അയാൾ നോക്കുകയാണ്. നീ ഇവിടെ നിന്ന് വല്ലതും മേടിക്കരുത്, മാറി നിന്നോ. ഫ്ലൈറ്റ് AC ഇല്ലെന്ന് അടുത്തത്. അല്ലടി, ഫ്ലൈറ്റ് ഗ്ലാസ് തുറന്നിട്ടിട്ട് പോവും. അത് പുതിയ കണ്ടുപിടുത്തം. യെസ്, ഈ വാച്ചിൽ നമ്മൾ 3 മണിയാകുമ്പോൾ നമ്മൾ ഇന്ത്യ എത്തും. ഇനി ഏകദേശം കുറേ ടൈമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി 1 മണിക്കൂറുണ്ടല്ലേ ഫ്ലൈറ്റിന്. ഇനി 1 അവർ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ടൈം കാലൊടിഞ്ഞ് നടന്ന് നമുക്ക് നമ്മളങ്ങനെ രഹസ്യമായി അടുത്ത നമ്മൾ വേറൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് നേരെ ഫ്ലൈറ്റിലോട്ടാണ് പോകുന്നത്. ഫ്ലൈറ്റിലോട്ട് ഇറങ്ങാൻ നേരത്തെ നമുക്ക് വീഡിയോ പിടിച്ചുവിടാന്നായിട്ട് പറഞ്ഞു. നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്ന വീഡിയോ എടുക്കാനൊക്കത്തില്ല. അങ്ങനെയൊന്നും ഇല്ല. തള്ളല്ലേ അതെ. നീയും നമ്മൾ ഒമാനെയറിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പോൾ എനിക്കാണ് വിൻഡോ കിട്ടിയത്. പക്ഷേ നിച്ചുവിന് വേണമെന്നും പറഞ്ഞ് ഫ്ലൈറ്റിൽ കയറുന്ന കുരിൻ്റെ അടി ഞാനും അവളും തമ്മിൽ നടന്നായിരുന്നു. അങ്ങനെ മമ്മി പറഞ്ഞ് കൊച്ചിന് കൊടടി സീറ്റെന്ന് പറഞ്ഞു.
അങ്ങനെ അവൾക്ക് ഞാൻ സീറ്റ് കൊടുത്തു. ഞാൻ അറ്റത്ത് തന്നെ ഞാനും വന്നിരുന്നു. എനിക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലൈറ്റിലെ ഫുഡിൽ നല്ല വിലയാണ്. ഇങ്ങോട്ട് വന്നപ്പോഴും കപ്പ് നൂഡിൽസ് മേടിച്ചായിരുന്നു. അത് നാട്ടിലത്തെ ഒരു കപ്പ് നൂഡിൽസിന് 200 രൂപയായിരുന്നു. അങ്ങനെ 2 എണ്ണത്തിന് 400 റുപ്പീസായി. ഇങ്ങോട്ട് വന്നപ്പം 400 റുപ്പീസിന് ഫുഡ് ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ച്. പക്ഷെ അങ്ങോട്ട് പോകാൻ നേരത്ത് മമ്മിയുടെ കയ്യിൽ പൈസ ഇരിപ്പില്ലായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്നു 15 റിയാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. നാട്ടിലത്തെ 3000 രൂപ. ഞാൻ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. കുറച്ച് നേരം ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു കപ്പ് നൂഡിൽസ് മേടിച്ച് എനിക്കും അവൾക്ക് മേടിച്ച് 2 എണ്ണം. 2 കപ്പ് നൂഡിൽസിന് 2 റിയാലായിരുന്നു. 2 റിയാൽ. അങ്ങനെ 4 റിയാൽ തീർന്നു. അപ്പോഴാണ് മമ്മി പറഞ്ഞത്, എടി എനിക്ക് ഒരു കോഫിയും വേണമെന്ന്. അങ്ങനെ എൻ്റെ 5 റിയാൽ ഫ്ലൈറ്റ് വെച്ചേ തീർന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഇപ്പം കറക്റ്റ് 3 മണിയായപ്പോൾ ലാൻഡ് ചെയ്തു കേട്ടോ. ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി നമുക്ക് നേരെ ലഗേജ് എടുക്കാൻ പോയാൽ മതി. അങ്ങനെ ഇനി ലഗേജ് എടുക്കാൻ പോകുന്ന സ്ഥലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ലഗേജൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ എടുത്ത് വെച്ച് സമയം കുറച്ചങ്ങ് പോയി. അങ്ങനെ ലഗേജൊക്കെ എടുത്ത് നമ്മളിപ്പോൾ പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. ഇനി നമുക്ക് നേരെ പുറത്തോട്ടിറങ്ങിയാൽ മാത്രം മതി. വീടെത്തി. എനിക്കാണെങ്കിൽ നല്ല ക്ഷീണവും കൊണ്ട് ഇന്നലെ ഉറങ്ങിയില്ല. പിന്നെ ഇന്നത്തെ ഉറക്കം ശരിയായിട്ടില്ല. സോ നല്ലപോലെ ഒന്ന് കിടന്ന് ഫ്രഷായിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ വരുന്നത് ബൈ.